നമസ്കാരം. നോ ഹേറ്റ് ഫോർ ജിതേഷ് ശർമ്മ. ആദ്യം തന്നെ പറയട്ടെ, കാരണം ഇന്ന് ജിതേഷ് ശർമ്മ നമ്പർ 5 ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു ഷോട്ട് സെലക്ഷൻ ആയാലും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് എല്ലാം ഒരു നമ്പർ 5 ബാറ്റ്സ്മാന് പറ്റിയ രീതിയിൽ തന്നെയാണ് ജിതേഷ് ശർമ്മ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്പർ 5 കളിക്കാൻ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലെയർ ജിതേഷ് ശർമ്മ തന്നെയായിരുന്നു. അതിനർത്ഥം സഞ്ജു സാംസൺ ടീമിൽ കളിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ യോഗ്യതയില്ല എന്നല്ല. സഞ്ജു സാംസൺ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഓപ്പണറായിട്ടാണ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിലാണ് കളിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പ്രിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഇന്ത്യയുടെ ടീം ഒരു ബാലൻസ് തെറ്റുന്നു എന്നുള്ളത്. ശുഭ്മൻ ഗിൽ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വന്നതുകൊണ്ടാണ് സഞ്ജു സാംസൺ മിഡിലേക്ക് വരേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് സഞ്ജു സാംസനെ കളിപ്പിക്കുന്നത്? ഗംഭീറിന് നിർബന്ധമാണ് സഞ്ജു സാംസനെ കളിപ്പിക്കണം. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ്. അതുകൊണ്ട് മിഡിലായാലും ഞാൻ സഞ്ജു സാംസനെ കളിപ്പിക്കുക എന്നുള്ള ഒരു വാശിയാണ്. പക്ഷേ അതൊരു ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുക എന്ന് പറഞ്ഞുള്ള പോലൊരു സംഭവമാണ്. സഞ്ജു സാംസനെ അവിടെ മിഡിൽ ഓർഡറിൽ പ്രതിഷ്ഠിക്കാനുള്ളൊരു ശ്രമം അത് അത്ര നല്ലതായിരുന്നില്ല. ജിതേഷ് ശർമ്മ ഇന്ന് ബാറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇന്നത്തെ ഇന്ത്യയുടെ ടീം സെലക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ. ശിവൻ ദുബെയും വാഷിംഗ്ടൺ സുന്ദറിനെയും കൂടെ കളിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് ഹർഷിത് റാണ ഉറപ്പായിട്ടും ടീമിൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബോൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ശിവൻ ദുബെയ്ക്ക് നല്ല രീതിയിൽ അടിയുണ്ട്. അവിടെ ഹർഷിത് റാണയാണ് കളിക്കേണ്ടിരുന്നത്. 3 സ്പിന്നർ അല്ല, 3 പേസ് ബോളറാണ് ഇന്ത്യ കളിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യക്ക് കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ശിവൻ ദുബെയുടെ പ്ലേസിലാണ് വാഷിംഗ്ടൺ സുന്ദർ കളിക്കേണ്ടിയിരുന്നത്. ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗിന്റെയും ബൂംറയുടെയും കൂടെ ഇന്ത്യയുടെ ബോളിങ്ങിന്റെ പാർട്ട് ആവേണ്ടതായിരുന്നു. ഇനി ഇന്ത്യയുടെ ഇന്നത്തെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കിടിലായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് ഇന്ന് എല്ലാം കറക്റ്റായിട്ട് പോയി. സൂര്യകുമാർ യാദവ് നമ്പർ 3 വന്നു, നമ്പർ 4 തിലക് വർമ്മ വന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ടുള്ള ഫ്ലോയിൽ പോയി. ഒരേ ഒരു പ്രശ്നമുള്ളായിരുന്നു, ഓപ്പണിംഗ് ഇറങ്ങിയ ശുഭ്മാൻ ഗിൽ. ഇന്നത്തെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭ്മാൻ ഗിൽ എത്ര റൺ അടിച്ചു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ഇന്ന് ആദ്യത്തെ ബൗണ്ടറി ശുഭ്മാൻ ഗിൽ അടിക്കുന്ന 6ാമത്തെ ഓവറിലാണ്. പവർ പ്ലേയിൽ ഇറങ്ങി 6ാമത്തെ ഓവറിലാണ് ശുഭ്മാൻ ഗിൽ ആദ്യത്തെ ബൗണ്ടറി അടിക്കുന്നത്. തൊട്ടടുത്ത ബോളിൽ തന്നെ ഔട്ട് ആവുകയും ചെയ്തു. ആ ബൗണ്ടറി അടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭ്മാൻ ഗിൽ 11 ബോളിൽ 11 റൺസ് ആയിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ഇറങ്ങുന്ന 2 ബാറ്റ്സ്മാൻമാരുടെയും ഇൻറ്റൻറ്റ് നമ്മളിപ്പോൾ അറിയാം. സഞ്ജുവും അഭിഷേക് ശർമ്മയും കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യ കളിക്കാൻ ഒരു വേ ഓഫ് ക്രിക്കറ്റ് ഉണ്ട്, ഒരു വേ ഓഫ് ബാറ്റിംഗ് ഉണ്ട്. അത് അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മ അടിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ശുഭ്മാൻ ഗില്ലും കൂടെ അറ്റാക്ക് ചെയ്താലേ ബോളറിന് പ്രഷർ ആവത്തുള്ളൂ, അല്ലെങ്കിൽ എതിർ ടീമിന് പ്രഷർ ആവത്തുള്ളൂ. ഇവിടെ അവർക്ക് അഭിഷേക് ശർമ്മയെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. ശുഭ്മാൻ ഗില്ലിനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശുഭ്മാൻ ഗിൽ അപകടകാരിയായിട്ടുള്ള ഒരു എതിരാളിയായിട്ട് മാറുന്നില്ല, അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. നാഥൻ എല്ലീസിന് അഭിഷേക് ശർമ്മ എടുക്കാനും സാധിച്ചു. സോ ഇത് തന്നെയാണ് ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ ഇൻറ്റൻറ്റ് 2020 പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ശുഭ്മാൻ ഗിൽ ഒരു മോശം ബാറ്റ്സ്മാൻ ആണെന്ന് ഞാൻ പറയത്തുമില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ 2020 പറ്റുന്ന അല്ലെങ്കിൽ ഇന്ത്യ കളിക്കാൻ ഉദ്ദേശിക്കുന്ന അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റിന് പറ്റിയുള്ളൊരു ഇൻറ്റൻറ്റ് അല്ല ശുഭ്മാൻ ഗില്ലിനുള്ളത്. നാച്ചുറലി അത് ശുഭ്മാൻ ഗില്ലിന് വരുന്നതല്ല. ശുഭ്മാൻ ഗില്ലിനെ ഇനി തള്ളിപ്പിടിച്ച് ഇപ്പോൾ സഞ്ജു സാംസനെ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ശുഭ്മാൻ ഗില്ലിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇനി ഇന്ത്യയുടെ ബാറ്റിംഗ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. തിലക് വർമ്മ നന്നായിട്ട് കളിച്ചു, സൂര്യകുമാർ യാദവ് നന്നായിട്ട് കളിച്ചു, അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ ചെറിയൊരു ഇന്നിങ്സ് ആണെങ്കിൽ നന്നായിട്ട് കളിച്ചു. ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ആ അഗ്രസീവ് അവിടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഓസ്ട്രേലിയക്ക് കളി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി. സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. അത് 49 റൺസ് അടിച്ചു, 23 ബോളിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു 50 ഉണ്ടായിരുന്നു. പക്ഷേ ജിതേഷ് ശർമ്മ അത് അടിച്ച് ഫിനിഷ് ചെയ്തു. ജിതേഷ് ശർമ്മയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 റൺസ് 13 ബോളിൽ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറിയാണ്. അത് ഒരു തിടുക്കവും ഇല്ലാതെ ഫസ്റ്റ് ബോളിൽ ഒരു ഡ്രൈവ് അടിച്ചിട്ട് ബൗണ്ടറി അടിച്ചു. അതുപോലെ തന്നെ റാം ഷോട്ട് കളിച്ചു. അപ്പോൾ ഒരു പ്രോപ്പർ നമ്പർ 5 ബാറ്റ്സ്മാൻ എങ്ങനെയാണോ ബാറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഷോട്ട്സ് ആണോ കളിക്കേണ്ടത്, എങ്ങനെയാണോ എതിരാളിയെ പ്രഷറിലേക്ക് തള്ളിവിടേണ്ട ഒരു ചേസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യേണ്ട സമയത്തോ ആ ഒരു പ്രോപ്പർ രീതിയിൽ തന്നെയാണ് ജിതേഷ് ശർമ്മ ബാറ്റ് ചെയ്തത്. സോ ആ ഒരു പൊസിഷൻ ജിതേഷ് ശർമ്മയ്ക്ക് ഡിസേർവിംഗ് ആണെന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഇന്ന് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും ഞാൻ പറയുന്നത് ഇതിനർത്ഥം സഞ്ജു സാംസൺ ടീമിൽ കളിക്കാൻ ഡിസേർവിംഗ് നല്ലതാണ്. അവിടെ ഗില്ല് കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് സഞ്ജു സാംസൺ അവിടെ കളിപ്പിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഗില്ല് ഇന്ത്യയുടെ ബാലൻസ് തകർക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത്. ഇനി ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹർഷ്ദീപ് സിംഗ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഉറപ്പായിട്ടും ഏത് കളിയായാലും ഏത് ഗ്രൗണ്ടിലായാലും ഏത് രാജ്യത്താണെങ്കിലും ഹർഷ്ദീപ് സിംഗ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വേണമെന്ന് പറയുന്നതിൻ്റെ റീസണാണ്. ചുമ്മാതല്ല ഹർഷ്ദീപ് സിംഗ് നമ്പർ 1 T20 ബോളറായത്, ചുമ്മാതല്ല 100 വിക്കറ്റ്സ് ഇന്ത്യക്ക് വേണ്ടി എടുത്തത്. ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പ് ഫ്രണ്ട് പവർ പ്ലേയിൽ ബോൾ ചെയ്യുമ്പോഴായാലും ശരി, ഡെത്ത് ഓവറിലായാലും ശരി, ഹർഷ്ദീപ് സിംഗിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് വേറൊരു ബോളർക്കും ഇപ്പോൾ കറൻ്റ്ലി അത് ഹർഷിത് റാണ ആയാലും വേറെ ഏത് ബോളറായാലും, ബൂംറ കഴിഞ്ഞാൽ ഹർഷ്ദീപ് തന്നെയാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാവേണ്ട ഒരു ബോളർ. എല്ലാ കളിയിലും ഹർഷ്ദീപ് സിംഗ് തീർച്ചയായിട്ടും കളിക്കാൻ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് ഹർഷ്ദീപ് സിംഗ് അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഇന്ന് ഹർഷിത് റാണയെ കളിപ്പിക്കേണ്ടതായിരുന്നു. ശിവൻ ദുബെ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ രണ്ടുപേരും കൂടി ഈ ടീമിൽ കളിച്ചത് വലിയൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. ഇന്ന് അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ശിവൻ ദുബെക്ക് നല്ല രീതിയിൽ അടിയുണ്ട്. 3
ഓവർ എറിഞ്ഞുള്ളൂ, 43 റൺസ് ശിവൻ ദുബെ വിട്ടുകൊടുത്തു. വാഷിംഗ്ടൺ സുന്ദറിനെ വിട്ട് എറിയിക്കാൻ വിളിച്ചതില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റ് ഓഫ് റിസോഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവർ രണ്ടിലും എത്ര ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് ലോവർ ഓർഡറിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹർഷിത് റാണ തന്നെയാണ് കളിക്കേണ്ടത്. 3 പേസ് ബോളേഴ്സ് തന്നെയാണ് ഇന്ത്യ കളിക്കേണ്ടത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഹേസൽവുഡ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ടീമായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആയേനെ. ഓസ്ട്രേലിയക്ക് ആദ്യം കുറച്ച് ഇനിഷ്യൽ വിക്കറ്റ്സ് പോയതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡറിലും അതുപോലെ തന്നെ അവസാനം വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അടി കൊണ്ടേനെ. കാരണം ഇന്ത്യക്ക് ഒരു ഫിഫ്ത്ത് ബോളറായിട്ട് എറിയിപ്പിക്കുന്നത് ശിവൻ ദുബെയാണ്. പിന്നെ വന്ന് എറിയിപ്പിച്ചത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മയും ശിവൻ ദുബെയും കൂടെ കൊണ്ടാണ് ആ ഒരു ഫിഫ്ത്ത് ബോളർ എന്ന് പറഞ്ഞാൽ 4 ഓവർ ഇന്ത്യ അഡ്ജസ്റ്റ് ചെയ്ത് എറിയിപ്പിച്ചത്. കുറച്ചും കൂടി ഇന്ന് ഹേസൽവുഡ് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഇനിഷ്യൽ വിക്കറ്റ്സ് പോയിട്ടില്ലായിരുന്നെങ്കിലോ ഇന്ത്യക്ക് നല്ല രീതിയിൽ അവിടെ അടി കൊണ്ടായിരുന്നു. സോ അടുത്ത മാച്ചിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ശിവൻ ദുബെയ്ക്ക് പകരം ഹർഷിത് റാണ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ടീം പെർഫെക്റ്റ് ആണ്. പിന്നെ നടക്കാത്തൊരു കാര്യമാണ് സഞ്ജു സാംസൺ കൂടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണ്. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യക്ക് പാളിച്ച് പറ്റിയ വേറെ ഏരിയയായിട്ട് എനിക്ക് തോന്നിയത് 16-17 ഓവർ വന്നിട്ട് അവിടെ അഭിഷേക് ശർമ്മയും ശിവൻ ദുബെയും ബോൾ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഒരു വിക്കറ്റും കൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ടൈലിലേക്ക് എത്തുവാണ് ആ സമയത്ത്. അപ്പോൾ ബൂമറയ്ക്ക് ഒരു ഓവർ ഇരിപ്പുണ്ട്, ഹർദീപ് സിംഗിന് 2 ഓവർ ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബൂമറ അവിടെ ഒരു ഓവർ എറിയേണ്ടതാണ്, അല്ലെങ്കിൽ ഹർഷീത് സിംഗ് കൂടെ വന്നിട്ട് ഒരു ഓവർ കൂടെ എറിയേണ്ടതാണ്. അവിടെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ടൈലിലേക്ക് എത്തും. പക്ഷേ അവിടെ ശിവൻ ദുബെയും ഈ അഭിഷേക് ശർമ്മയും എറിയിച്ചത് മൂലം അവിടെ ഓസ്ട്രേലിയക്ക് ആ ഒരു 2 ഓവർ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. ആ ഒരു കാര്യം ചെയ്യാതെ അവർ നേരത്തെ ഹർദീപ് സിംഗിനെയും ബൂമറയെ കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ ഇത്ര റൺസ് പോകത്തില്ലായിരുന്നു. ഒരു 150 അല്ലെങ്കിൽ 160 ഇന്ത്യക്ക് ഓസ്ട്രേലിയ എറിഞ്ഞിടാനായിട്ട് സാധിച്ചാണ്. സോ അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിം ഡേവിഡ് ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു. അക്സർ പട്ടേലിന് ഒരു 6 അടിച്ചത് 126 മീറ്ററോ എന്താണ് പോയത് സ്ട്രൈറ്റ്. ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു. അക്സർ പട്ടേലിനായാലും കഴിഞ്ഞ കളിയിൽ വരുണുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ ടിം ഡേവിഡിന് വിക്കറ്റ് എടുത്ത വരുണായിരുന്നു. ഈ കളിയിൽ വന്നിട്ട് അതിൻ്റെ നല്ല രീതിയിൽ കണക്ക് തീർന്നു. വരുണിനെ നല്ല രീതിയിൽ അടിച്ചു. ഫസ്റ്റ് ഓവറിൽ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തു. അക്സർ പട്ടേലിനെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തു. ഓഫ് സൈഡിലെ ഫീൽഡിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് കളിച്ച ഷോട്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു കൈൻഡ് ഓഫ് സെൻസിബിൾ ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ടിം ഡേവിഡിന്റെ. അതുപോലെ തന്നെ സ്റ്റോയിനിസിന്റെ ഇന്നിങ്സ് സൂപ്പർ ആയിരുന്നു. ഇപ്പോൾ അക്സർ പട്ടേലിനെ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് സ്വീപ്പ് ചെയ്തിട്ട് ഗ്യാപ്പിൽ കൂടെ അടിച്ച ബൗണ്ടറീസ് ആയാലും ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അവരുടെ വിക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഇത്ര റൺ അടിക്കേണ്ടതല്ല. അവിടെ സ്റ്റോയിനിസിന്റെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അതാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ബാറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളത്. ഇനി വരുൺ ചക്രവർത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ബോളിംഗ് ആയിരുന്നു വരുൺ ചക്രവർത്തി. മിഡിൽ ഓവേഴ്സിൽ എങ്ങനെയാണ് അൺപ്ലേയബിൾ ആയിട്ട് ഒരു മിസ്റ്ററി സ്പിന്നറിന് എന്തുകൊണ്ടാണ് വരുണിനെ വിളിക്കുന്നത് നമുക്ക് ഇന്നത്തെ കളി കണ്ടാലും മനസ്സിലാവും. കളിക്കാനായിട്ട് പറ്റുന്നില്ല. ഇന്ന് മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് ആയാലും അതിനുശേഷം തൊട്ടടുത്ത ബോളിൽ ഓവന്റെ വിക്കറ്റ് ആയാലും എടുത്തത് മിസ്റ്ററി സ്പിന്നർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടിം ഡേവിഡിൻ്റെ അടി കൊണ്ടു. ടിം ഡേവിഡ് കുറച്ച് നന്നായിട്ട് വരുണിനെ ഇന്ന് കളിച്ചെങ്കിലും മറ്റു ബാറ്റ്സ്മാൻമാർക്കൊന്നും കളിക്കാനായിട്ട് പറ്റില്ല. വളരെ ശ്രദ്ധിച്ചാണ് വരുണിൻ്റെ ബാക്കിയുള്ള 3 ഓവേഴ്സ് അവരുടെ ബാറ്റ്സ്മാൻമാർ അവർ കളിച്ചു വിട്ടത്. സോ വരുൺ ഏതൊരു പിച്ചിലായാലും ഇപ്പോൾ ഓസ്ട്രേലിയൻ പിച്ചിലാണെങ്കിൽ പോലും വരുൺ vs കുൽദീപ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് കുൽദീപിനെ ആണ് ബാക്ക് ചെയ്തിരുന്നത്. പക്ഷേ വരുൺ ഓസ്ട്രേലിയൻ പിച്ചിൽ എനിക്ക് ഇപ്പോഴത്തെ പെർഫോമൻസ് കാണുമ്പോൾ ഓസ്ട്രേലിയൻ പിച്ചിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പേസുള്ള പിച്ചിൽ ഒരു സ്പിന്നറിനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വരുൺ ആയിരിക്കണം എന്നിപ്പോൾ എൻ്റെ അഭിപ്രായം മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 മാച്ചിൽ വരുണിൻ്റെ ബോളിംഗ് കണ്ടിട്ട്. ഇനി ഓസ്ട്രേലിയയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോൺ അബോട്ടാണ് അവർക്ക് പണി കൊടുത്തത്. നല്ല രീതിയിൽ എക്സ്പെൻസീവായി. പക്ഷേ നാഥൻ എല്ലിസ് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ആ സ്ലോവർ ബോളൊക്കെ ഇന്ന് കിഡിലായിട്ട് യൂസ് ചെയ്തു. പേസും സ്ലോവും നല്ല കിഡിലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് നാഥൻ എല്ലിസ് എറിഞ്ഞത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ്, അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിൻ്റെ വിക്കറ്റ്, അതുപോലെ തന്നെ അക്സർ പട്ടേലിൻ്റെ വിക്കറ്റ്, 3 വിക്കറ്റ്സ് എല്ലീസിന് നേടാനായിട്ട് സാധിച്ചു. ഇന്ത്യ ഒരുവിധം ആ ഒരു ടോപ്പ് ഓർഡറിൽ പിടിച്ചു കെട്ടിയത് എല്ലീസാണ്. വേറെ ആരും ഇല്ലായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉത്തരവാദിത്തമുള്ള ബോളറായിട്ട്. ശരിക്കും ഹേസൽവുഡിനെ ഓസ്ട്രേലിയ മിസ് ചെയ്തു. അതുപോലെ കൂനമാൻ കുഴപ്പമില്ലാതെ ഇന്ന് ബോൾ ചെയ്തു. പക്ഷേ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൊണ്ട് നിറഞ്ഞ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ കൂനമാന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ലെഫ്റ്റ് ഹാൻഡ് ബോളർ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സ് സ്വാഭാവികമായിട്ടും ഒന്ന് ഇറക്കി ഏതൊരു ക്യാപ്റ്റനും യൂസ് ചെയ്യാനായിട്ട്. എങ്കിൽ പോലും അതിനകത്ത് നിന്നുകൊണ്ട് കൂനമാൻ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. സോ എന്തായാലും ഇന്ത്യ ഇന്ന് മാച്ച് ജയിച്ചു. വളരെ ആവശ്യമുള്ളൊരു ജയം തന്നെയായിരുന്നു ഈ ഒരു സീരീസ് സമനിലയിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനി അടുത്ത മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാനസികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ അതിൻ്റെ ഒരു 80% ഇന്ന് ഇന്ത്യ സോൾവ് ചെയ്തു. ബാറ്റിംഗ് ഓർഡറിൽ അധികം വലിയ കളികളൊന്നും കളിച്ചില്ല. അതായത് ടോപ്പ് 4-നകത്ത് വലിയ കളിയൊന്നും കളിച്ചില്ല എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ്. എങ്കിലും ടീം സെലക്ഷനകത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശിവൻ ദുബെയും വാഷിംഗ്ടൺ സുന്ദറിനെ കൂടെ കളിപ്പിച്ചൊരു സ്ട്രാറ്റജി എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ഇന്ന് ഹർഷിത് റാണ കളിക്കേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് സഞ്ജുവിലേക്ക് വരാം. സഞ്ജു ഇന്ന് ടീമിൽ എടുക്കാതിരുന്നത് തീർച്ചയായിട്ടും എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പോൾ കളി തുടങ്ങിയ സമയത്ത് സഞ്ജുവിന് ഇത്രയും ബാക്കിംഗ് കിട്ടും, സഞ്ജുവിന് എല്ലാ മാച്ചും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇന്നത്തെ മാച്ചിൽ സഞ്ജു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ജിതേഷ് ശർമ്മ കളിക്കുന്നുണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞാണ് ഡിസർവിംഗ് ആയിട്ടുള്ള നമ്പർ 5 ആണ് ഒരു പൊസിഷൻ. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കളിക്കുന്നുണ്ടെങ്കിൽ മോർ ഡിസർവിംഗ് ആയിട്ടുള്ളത് ജിതേഷ് ശർമ്മ തന്നെയാണ്. പക്ഷേ അവിടെ
സഞ്ജുവിനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വൈസ് ക്യാപ്റ്റനാക്കി അല്ലെങ്കിൽ പോസ്റ്റർ ബോയ് ആയിട്ട് കളിപ്പിക്കുന്ന നമ്മുടെ ശുഭ്മൻ ഗില്ലിനെ മാറ്റി ഓപ്പണിങ് കളിപ്പിക്കേണ്ടി വരും. അതാണ് ശരിയായ നടപടി. അത് ചെയ്യാനുള്ള നട്ടല് ഗൗതം ഗംഭീറിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ടീമിനകത്ത് ഇപ്പോൾ ശുഭ്മൻ ഗില്ലിന് പകരം സഞ്ജു ഓപ്പണിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ടീം, കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ഒരു അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമായിട്ട് പണ്ട് എങ്ങനെയാണോ ഒരു 2-3 മാസം മുമ്പ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ കളിച്ചത് അല്ലെങ്കിൽ ബംഗ്ലാദേശിനെതിരെ കളിച്ചത്, ഇംഗ്ലണ്ടിനെതിരെ കളിച്ചത്, ആ ഒരു രീതിയിലുള്ള ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയൊരു ടീമായിട്ട് എല്ലാ രീതിയിലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറും ഗില്ലിനെ മാറ്റി സഞ്ജു അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനുള്ള നട്ടല് ഗംഭീറിനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആസ് എ മലയാളി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ. ഇനി അടുത്ത മാച്ചും എനിക്ക് തോന്നുന്നു ജിതേഷ് ശർമ്മ ഇപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വെച്ച് ജിതേഷ് ശർമ്മയെ കളിപ്പിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ സീരീസ് ഇങ്ങനെ ശുഭ്മൻ ഗില്ല് ഈ രീതിയിൽ തന്നെ പോയിട്ട് അടുത്ത സീരീസ് എങ്കിലും ഈ വൈസ് ക്യാപ്റ്റനായിട്ട് മാറ്റിയിട്ട് ശുഭ്മൻ ഗില്ലെ മാറ്റിയിട്ട് ഇന്ത്യയിൽ വരുമ്പോഴെങ്കിലും സഞ്ജുവിന് ഓപ്പണറായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് ഓർഡറിൽ അവസരം കിട്ടും. ടോപ്പ് ഓർഡറിൽ വേറെ അവസരം കിട്ടാനില്ല. കാരണം സൂര്യകുമാർ യാദവ് ആൻഡ് തിലക് വർമ്മ നമ്പർ 3 നമ്പർ 4 സീൽഡാണ്. അതുപോലെ അഭിഷേക് ശർമ്മ സീൽഡാണ്. അവിടെ പിന്നെ ഇനി ഒരു പൊസിഷനുള്ള ശുഭ്മൻ ഗില്ലിൻ്റെ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അത് വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പട്ടം കൊടുത്തിട്ടാണ് അവരത് BCCI അവിടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത്. സോ സഞ്ജുവിനെ സംബന്ധിച്ച് അവിടെയാണ് ഒരു പൊസിഷനുള്ളത്. ശുഭ്മൻ ഗില്ലിനെ മാറ്റിയിട്ട് സഞ്ജുവിനെ അവിടെ കളിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ ഇന്ത്യൻ കോച്ചിന് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ളതാണ് ചോദ്യം. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം ഓപ്പണറായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതിനകത്ത് സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരെയുള്ള പെർഫോമൻസ്, രോഹിത് ശർമ്മ പണ്ട് അഗ്രസീവായിട്ട് ടീമിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്തിട്ട് കളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിലായാലും അതുപോലെ 2021 വേൾഡ് കപ്പിലായാലും. പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നപ്പോൾ എല്ലാവരും രോഹിത് ശർമ്മയുടെ സ്റ്റാറ്റ്സാണ് നോക്കിയത്. രോഹിത് ശർമ്മ എന്ത് കാണിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ഓസ്ട്രേലിയയുടെ ODI സീരീസിൽ വന്നപ്പോഴും പറഞ്ഞത് രോഹിത് ശർമ്മ ടീമിന് പുറത്തിരിക്കണമെന്നാണ്. കാരണം അവർ മറന്നുപോയി രോഹിത് ശർമ്മ ടീമിന് വേണ്ടി കാണിച്ചത്. അപ്പോൾ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസിൽ എന്താണ് സഞ്ജു സാംസണോട് ടീം ആവശ്യപ്പെട്ടത്? അത് അഗ്രസീവായിട്ട് കളിക്കാനാണ് അങ്ങനെ കളിച്ചതെന്നുണ്ടെങ്കിൽ പോലും ഷോർട്ട് ബോളിൽ ഇംഗ്ലണ്ട് ബോളേഴ്സിൽ സഞ്ജു സാംസൺ എടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് 1-2 കളി അങ്ങനെ വിക്കറ്റ് പോയപ്പോൾ തൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം സഞ്ജു സാംസൺ നോക്കണമായിരുന്നു. അവിടെ 1-2 ഇന്നിങ്സ് ഒരു 50+ അടിക്കണമായിരുന്നു സഞ്ജു സാംസൺ. ഷോർട്ട് ബോൾ അങ്ങനെ അഗ്രസീവ് ആവാതെ തന്നെ സ്വന്തം കാര്യം നോക്കണമായിരുന്നു. കാരണം ഇവരാരും ബാക്ക് ചെയ്തില്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുറകിൽ നിൽക്കുന്ന കോച്ചോ അല്ലെങ്കിൽ ക്യാപ്റ്റനോ ഇത് പറയുന്ന ആരൊന്നും അവർ ബാക്ക് ചെയ്തില്ല. ഒരു സമയം കഴിയുമ്പോൾ അവർ ജിതേഷ് ശർമ്മയിലേക്ക് പോയി. ഒറ്റ നിമിഷം കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇഷാൻ കിഷൻ ODIയിൽ ഡബിൾ സെഞ്ചുറി അടിച്ചൊരു പ്ലെയറാണ്. നല്ല രീതിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാവിയിൽ ഋഷഭ് പന്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വൈറ്റ് ബോളിൽ ഒരു കീപ്പറാവുമെന്ന് പ്രതീക്ഷ ഒരു കീപ്പറാണ്. ഇപ്പോൾ ഇല്ല, ഇന്ത്യയുടെ കൺസിഡറേഷനിൽ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 സീരീസ് കൊണ്ട് ഇതെല്ലാം കയ്യിൽ നിന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സ്വന്തം കാര്യം നോക്കുക, റൺസ് ഓൺ ദ ബോർഡ് ഉണ്ടാക്കി വെക്കുക. ഇന്നിപ്പോൾ ജിതേഷ് ശർമ്മ എങ്ങനെയാണ് ഒരു മാച്ച് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ വില തന്നെയാണ്. അന്ന് ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ എങ്ങനെയാണ് തിലക് വർമ്മ മാച്ച് ഫിനിഷ് ചെയ്തത്? സഞ്ജു സാംസണിന് മുമ്പിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ മാച്ച് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി. അതുപോലെ തന്നെ ഇന്ന് ജിതേഷ് ശർമ്മ വന്ന് ഇന്ന് ഔട്ടായി പോവാതെ മാച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്ത് ലക്കുണ്ട്. അതിനകത്ത് ലക്ക് കിട്ടി ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ജിതേഷ് ശർമ്മ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻഡ് ഓഫ് ദി ഡേ ജിതേഷ് ശർമ്മ മാച്ച് ഫിനിഷ് ചെയ്തു എന്ന് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇന്നിങ്സാണ് സഞ്ജു സാംസണിൻ്റെ ഇത് മിസ് ചെയ്തത്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താ സഞ്ജു സാംസണിൻ്റെ ഇനി ഭാവി എന്നുള്ളത്. ഒരു പക്ഷേ ഇനിയും സഞ്ജു സാംസണെ മിഡിൽ ഓർഡറിൽ ഇനി വീണ്ടും കളിപ്പിക്കുമോ എനിക്കറിയില്ല. അത് ഇനി ടോപ്പ് ഓർഡറിൽ കളിക്കാൻ സഞ്ജു സാംസൺ പറ്റുമോ എനിക്കറിയില്ല. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നിരാശാജനകമായിട്ടുള്ള വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സഞ്ജു സാംസണിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൽ ഇറങ്ങി ഒരു 6-7 മാസം മുമ്പ് ഓപ്പണിങ്ങിൽ ഒരു 2-3 സെഞ്ചുറി അടുപ്പിച്ചടിച്ച 2 സീരീസിലോട് അടുപ്പിച്ചടിച്ച ഒരു പ്ലെയർ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. എന്തായാലും നമുക്ക് നോക്കി കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ എന്താ സംഭവിക്കുക എന്നുള്ളത്. നല്ലത് വരാനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ.